കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ വിസിയോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ തടസ്സം സൃഷ്ടിച്ചത് എന്തിനെന്ന് കത്തിലൂടെ വിശദീകരണം തേടും. വിവരങ്ങളുമായി അർജുൻ രാജ് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, അപ്പോൾ എന്തിനാണ് രജിസ്ട്രാർ തടയാൻ പോയിട്ടുള്ളത് എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ചോദിക്കാൻ ഒരുങ്ങുകയാണ് രാജ്ഭവൻ, അല്ലേ? തീർച്ചയായും ബിനിൽ, ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന സമീപനം ഗവർണർ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ഭാരതാംബയെ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിക്കകത്താണ് രജിസ്ട്രാർ നിലപാടെടുത്തത്. ഇത് സർവകലാശാല ചട്ടവിരുദ്ധമാണ്. ഇത്തരത്തിൽ ഒരു പൊതുചിഹ്നമല്ലാത്തത് പ്രദർശിപ്പിക്കുന്നതിനെതിരെ അന്ന് ഇത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ആ വേദിയിലെത്തി തന്നെ രജിസ്ട്രാർ പറഞ്ഞിരുന്നു. പക്ഷേ അത് പിന്നീട് അംഗീകരിക്കപ്പെട്ടില്ല. ഗവർണർ ആ പരിപാടിയിൽ ഭാരതാംബ ഉള്ള പരിപാടിക്കകത്ത് തന്നെ പുഷ്പാർച്ചന സമർപ്പിച്ചാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. പക്ഷേ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് ഗവർണർ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു നടപടി ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിസിക്ക് വിശദീകരണം തേടി കത്തയക്കാൻ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ താൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കകത്ത് രജിസ്ട്രാർ തടസ്സം നിന്നത് എന്തിനാണെന്ന് വിശദീകരിക്കണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. സ്വാഭാവികമായും വിസി രജിസ്ട്രാറോടും ഇക്കാര്യത്തിലൊരു വിശദീകരണം തേടും. രജിസ്ട്രാറുടെ വിശദീകരണം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം കൂടുതൽ കടുത്ത നടപടിയിലേക്ക് രാജ്ഭവൻ കടക്കാനുള്ളൊരു സാധ്യത കൂടിയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. ഭാരതാംബ വിവാദത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകില്ലെന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ് ഗവർണർ എന്ന് പറയേണ്ടി വരും. കാരണം ഒരു സർവകലാശാലയ്ക്കകത്താണ് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അത് ഒരു പത്മനാഭ സേവാ സമിതിയുടെ പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിപാടി സർവകലാശാലയ്ക്കകത്ത് നടക്കുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും നോക്കാതെയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് നടപടി എന്നായിരുന്നു രജിസ്ട്രാർ അന്ന് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത്. അതായത് ആ പരിപാടിക്കകത്ത് ഭാരതാംബയെ വെക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത് ചട്ടവിരുദ്ധമാണെന്ന നിലപാടാണ് രജിസ്ട്രാർ സ്വീകരിച്ചത്. പക്ഷേ അത് അംഗീകരിക്കപ്പെടാതിരിക്കുകയും ഗവർണർ പരിപാടിക്കകത്ത് അങ്ങനെ തന്നെ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്കൊക്കെ പോകുന്ന നിലപാട് ഗവർണർ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും രജിസ്ട്രാറുടെ മറുപടി അറിഞ്ഞതിന് ശേഷം അത് തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ കർക്കശമായിട്ടുള്ള നിലപാടിലേക്ക് ഗവർണർക്ക് പോകേണ്ടി വരും. സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ അതിന് അധികാരം ഉണ്ട് എന്ന തരത്തിലായിരുന്നു ഗവർണറുടെയൊക്കെ മുൻകാലങ്ങളിലെയൊക്കെ ഗവർണർമാരുടെയൊക്കെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ എന്തും പ്രതീക്ഷിക്കാം, എന്ത് നടപടിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട അസാധാരണമായ അല്ലെങ്കിൽ അനിതര സാധാരണമായ സാഹചര്യങ്ങളാണ്, കാഴ്ചകളാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത്, തുടർച്ചയായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ നടപടി ഇപ്പോൾ ഗവർണർ എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ രാജ്ഭവൻ എടുത്തിരിക്കുകയാണ്. വിസിയോട് വിശദീകരണം തേടുകയാണ് എന്തുകൊണ്ടാണ് രജിസ്ട്രാർ തടസ്സം സൃഷ്ടിച്ചത് എന്നുള്ളത്. അർജുൻ രാജാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.